രമേശൻ ചാത്തമ്പറമ്പിലിൻ്റെ മരണം ഒരു സാധാരണ കൊലപാതകമായിരുന്നു. അങ്ങനെയല്ല എന്ന് തോന്നിക്കാവുന്ന സൂചനകളും കിട്ടിയല്ലോ. പ്രതികളുടെ പട്ടികയിൽ പോലും പെടാത്ത മറ്റൊരാൾ കൂടി സംഭവത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നുണ്ടെന്ന് ജീവന് തോന്നിത്തുടങ്ങിയിരുന്നു. രമേശൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ കടലാസ് തുറന്നു കാട്ടിയത് അയാളുടെ അവസാന ആഗ്രഹം മാത്രമായിരുന്നോ, അതോ കൊലയാളിയിലേക്കുള്ള മറ്റൊരു വഴിയോ? നമുക്ക് കേൾക്കാം കൊലയാളി 102-ാം ഭാഗം. നാളിതുവരെയും പ്രതികളുടെ പട്ടികയിലോ സംശയിക്കുന്നവരുടെ പട്ടികയിലോ പോലും പെടാത്ത ഒരാൾ മറവിൽ നിൽക്കുന്നുണ്ട് എന്ന് തോന്നിത്തുടങ്ങിയിട്ട് കുറച്ചുനാളായി. തെളിവായി യാതൊന്നും കിട്ടാതെ കൂട്ടുകാർക്കിടയിൽ പോലും ചർച്ച ചെയ്യാൻ മടിയായതുകൊണ്ട് മാത്രം ജീവൻ മൗനം അവലംബിക്കുന്നതാണ്. മാത്രവുമല്ല, ആ ഒരാളുടെ സാന്നിധ്യം രമേശൻ്റെ മൃതസംസ്കാര ചടങ്ങിൽ മിക്കവാറും ഉണ്ടാവുകയും ചെയ്യും. തണ്ടർ ബോൾട്ടിലെ ബാലകൃഷ്ണനുമായും മോഹനൻ സാറുമായും തുടർച്ചയായി ജീവൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. രമേശൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ എന്നും മൃതദേഹം എപ്പോഴത്തേക്ക് വിട്ടുകിട്ടും എന്നുമായിരുന്നു ജീവന് അറിയേണ്ടിയിരുന്നത്. ബന്ധുക്കളായി അയാൾക്ക് ആരും ബാക്കിയുള്ളതായി അറിയില്ലല്ലോ. അതുകൊണ്ട് മൃതശരീരം ഏറ്റുവാങ്ങാൻ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ മൃതദേഹം അനാഥമാകാതിരിക്കണം. അത് ഏറ്റുവാങ്ങി ഉചിതമായ രീതിയിൽ സംസ്കരിക്കാൻ ആരെങ്കിലും ഒരാളെ ഉത്തരവാദിത്വപ്പെടുത്തണം. അതായിരുന്നു ജീവൻ്റെയും സംഘത്തിൻ്റെയും ആശയം. അതിനായി അവർ 1-2 പേരെ കണ്ടുവയ്ക്കുകയും ചെയ്തു. മൃതദേഹം ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം സഹായിക്കാൻ കഴിയും. ഏത് സമയവും മോഹനൻ സാറിൽ നിന്നോ ബാലകൃഷ്ണനിൽ നിന്നോ ആ വിവരം ലഭിക്കും. അതുകൊണ്ട് അവർ യാത്ര പുറപ്പെടാൻ തയ്യാറായി തന്നെ കാത്തിരിക്കുകയായിരുന്നു. കാത്തിരിപ്പ് അധികനേരം വേണ്ടി വന്നില്ല. മോഹനൻ സാറിൽ നിന്നാണ് വിവരം വന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു. മൃതദേഹം ഉടനെ തന്നെ വിട്ടുകിട്ടും. അരമണിക്കൂറിനകം ഇവിടെ എത്തണം. ഇപ്പോൾ തന്നെ പുറപ്പെട്ടാൽ എത്താൻ നിനക്ക് ബുദ്ധിമുട്ടില്ല. അത്രയും മാത്രമേ മോഹനൻ സാർ പറഞ്ഞുള്ളൂ. തിരക്കിലാണെന്ന് തോന്നുന്നു. ജീവൻ ജോസും സംഘവും അപ്പോൾ തന്നെ പുറപ്പെട്ടു. അവരവിടെ എത്തുമ്പോഴേക്കും വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ കുറേ പേർ സിവിൽ ഡ്രസ്സിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അവരിൽ നിന്നും 1-2 പേരെ ജീവൻ ജോസ് ചില പ്രത്യേക കാര്യങ്ങൾക്കായി പറഞ്ഞു വച്ചിരുന്നതാണ്. മൃതദേഹം കൈമാറുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്നയാൾക്കും ചില നിർദ്ദേശങ്ങൾ ജീവൻ ജോസ് നൽകിയിരുന്നു. അത് മറ്റാരും കേട്ടില്ല. കേൾക്കാൻ പാടില്ലാത്ത കാര്യം പിന്നെ അങ്ങനെയല്ലേ. മൃതദേഹം കൈമാറാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പോലീസ് സംഘത്തിൽ നിന്നുള്ളവർ ആരെങ്കിലും ഉത്തരവാദിത്വപ്പെട്ടവർ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലണമെന്ന് അറിയിപ്പുണ്ടായി. മോഹനൻ സാറും ജീവൻ ജോസും കൂടിയാണ് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നത്. മൃതദേഹത്തിൽ നിന്നും പേഴ്സണൽ പ്രോപ്പർട്ടിയായി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈമാറാനായിരിക്കും എന്ന് തന്നെയാണ് അവർ കണക്കാക്കിയത്. കണക്കുകൂട്ടലിൽ കാര്യമായ പിഴവൊന്നും സംഭവിച്ചില്ല. പക്ഷേ അതൊരു പ്രോപ്പർട്ടി എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല എന്ന് മാത്രം. ഡോക്ടർ നൽകിയത് ഒരു കഷ്ണം കടലാസ് മാത്രമാണ്. ഭദ്രമായി പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് 4 പുറവും എന്തോ പശ വെച്ച് ഭദ്രമായി ഒട്ടിച്ച് സൂക്ഷിച്ചിരുന്നു. ധരിച്ചിരുന്ന പാൻസിൻ്റെ പോക്കറ്റിൽ ആ ഒരു കഷണം പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു.
അപകടകരമായ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്നറിയാൻ പ്രാഥമികമായി പോലീസ് ഒന്ന് പരിശോധിച്ചിരുന്നു. അതിൽ കാണപ്പെടാതിരുന്നതാണ് ആ കഷ്ണം പേപ്പർ. അവരുടെ പരിശോധനയിൽ പോക്കറ്റിൽ നിന്നും തിരകളല്ലാതെ മറ്റ് വസ്തുക്കളൊന്നും കിട്ടിയിരുന്നില്ല. പാവപ്പെട്ട ഒരു വിപ്ലവകാരിയുടെ അവസാന സമ്പാദ്യം എന്ന നിലയിൽ വളരെ ബഹുമാനത്തോടെ തന്നെ ജീവൻ ജോസ് ആ കഷ്ണം പേപ്പർ ഏറ്റുവാങ്ങി. രണ്ട് കൈയും നീട്ടി വെറും ഒരു കഷ്ണം പേപ്പർ ഏറ്റുവാങ്ങുന്നതിലെ പ്രത്യേക മനസ്ഥിതി ഡോക്ടർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും മോഹനൻ സാറിന് അറിയാമായിരുന്നു. ചില കുറ്റവാളികളെയെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോലും ബഹുമാനത്തോടെ കണ്ടുപോകും. അതുകൊണ്ടായിരിക്കാം ആ പെരുമാറ്റം. ബാക്കിയൊക്കെ ജീവൻ ജോസിൻ്റെ ചിന്തയിലുള്ള കാര്യമാണല്ലോ. അവർ രണ്ടുപേരും പുറത്തേക്ക് വന്നു. മോഹനൻ സാറിൻ്റെ അനുവാദത്തോടെ വളരെ ശ്രദ്ധാപൂർവം പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇളക്കി മാറ്റി പേപ്പർ വായിച്ചു. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: തീർത്തും അനാഥനായ ഞാൻ പോലീസിൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെടും എന്ന കാര്യം ഏതാണ്ട് തീർച്ചയാണ്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. അതിൽ എനിക്ക് വിശ്വാസവുമില്ല. ഏതെങ്കിലും കാരണവശാൽ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ എൻ്റെ ജീവന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ. കരിങ്കുണ്ടു വനത്തിലെ ആദിവാസി മൂപ്പൻ വലിയ പാലയാണത്. മൃതദേഹം അദ്ദേഹത്തിനോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്കോ കൈമാറണം എന്നാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. ഇത് വായിക്കുന്നവർക്ക് സന്മനസ്സുണ്ടെങ്കിൽ എൻ്റെ ചേതനയറ്റ ശരീരം കോളനിയിലെത്തിക്കാൻ കനിവുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് രമേശൻ ചാത്തൻപറമ്പിൽ. അത് വായിച്ചപ്പോൾ ജീവൻ ജോസിന് ശരിക്കും വിഷമം തോന്നി. സാധാരണഗതിയിൽ അനാഥത്വം വരിക്കേണ്ടി വന്ന ഒരാളായിരുന്നെങ്കിൽ പോലും സമാധാനമുണ്ടാകുമായിരുന്നു. കുറേ പേരുടെ അത്യാർത്തി കൊണ്ടും ദുഷ്ടത കൊണ്ടും മാത്രം അനാഥത്വം ഏറ്റുവാങ്ങേണ്ടി വന്നയാളല്ലേ അയാൾ. അവരോട് പകരം ചോദിച്ച വകയിൽ അയാൾ കുറ്റവാളിയായി മുദ്ര കുത്തപ്പെട്ടു. എന്നിട്ടോ അതേ വ്യവസ്ഥിതിയുടെ കാവൽക്കാരിൽ നിന്ന് തന്നെ മരണവും ഏറ്റുവാങ്ങേണ്ടി വന്നു. അവൻ്റെ അവസാന ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കേണ്ടതാണല്ലോ. കരിങ്കുണ്ടു വനത്തിലെ കോളനിയിൽ ഇയാൾ പറയുന്ന വലിയ പാല ജീവിച്ചിരിപ്പുണ്ടാകുമോ? കോളനിയിലെ ഒരു കൊച്ചു പാലയെ ഞങ്ങൾക്കറിയാം. അയാൾ കരിങ്കുണ്ട് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുന്ന ആളാണ്. വലിയ പാല ജീവിച്ചിരിപ്പുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എത്രയും വേഗം നമുക്ക് കരിങ്കുണ്ട് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ബാക്കി വിവരങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നടത്തി. ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചു. അറിയിച്ച സമയത്ത് തന്നെ ഭാഗ്യത്തിന് കൊച്ചുപാല ഫയർ വാച്ചർ ജോലിക്കായി എത്തിയിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ തന്നെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് വരാൻ കൊച്ചുപാലയ്ക്ക് കഴിഞ്ഞു. അവർ വന്നതിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങിക്കൊള്ളാമെന്നും ബാക്കി വേണ്ട കാര്യങ്ങളെല്ലാം അവർ തന്നെ അവരുടെ ആചാരപ്രകാരം നടത്തിക്കൊള്ളാം എന്നും കൊച്ചുപാല പറഞ്ഞു. അതുകൊണ്ട് മോഹനൻ സാറും അവിടെ നിന്ന് തന്നെ പോയി. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ താൻ മടങ്ങി വരൂ എന്ന് ജീവൻ അറിയിച്ചിരുന്നു. രഞ്ജിത്തും മഹേന്ദ്രനും ജോസ് മാത്യുവും അദ്ദേഹത്തോടൊപ്പം തന്നെ അവിടെ കാത്തുനിന്നു. ഫോറസ്റ്റ് ഓഫീസിലെ വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇറങ്ങി വരുന്നയാൾ കൊച്ചുപാലയാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ജീവൻ ജോസും സംഘവും അവരെ ശ്രദ്ധിച്ചു.
ജോസ് മാത്യുവിന് കൊച്ചുപാലയെ കൂടുതൽ അറിയാമല്ലോ. അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി ഒരിക്കൽ ജോസ് ഫോറസ്റ്റ് ഓഫീസിൽ പോയതുമാണല്ലോ. വന്നയാൾ കൊച്ചുപാലയാണെന്ന് ജോസ് സ്ഥിരീകരിച്ചു. അവർ തമ്മിൽ പരിചയം പുതുക്കുകയും ചെയ്തു. കൂടുതൽ സമയം സംസാരിച്ചു നിൽക്കാൻ കഴിയാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല കൊച്ചുപാലയും. അയാൾ രമേശനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. അത് മൊഴിയെടുക്കുന്ന വേളയിൽ കൊച്ചുപാല ജോസ് മാത്യുവിനോട് പറയുകയും ചെയ്തതാണ്. വലിയ പാല ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലേ? കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ അറിയില്ലല്ലോ. അതാ ചോദിച്ചത്. പാലാനച്ചന് വരുത്തമായിരിക്കുകയാണ്. എണിച്ചു നടക്കാനും മറ്റും പറ്റില്ല. കൈപിടിച്ച് താങ്ങിയാൽ സ്ഥാനത്ത് വരെ പോകും, അത്ര തന്നെ. വരുത്തമെന്നാൽ അസുഖമാണെന്നും സ്ഥാനമെന്ന് പറയുന്നത് ദേവസ്ഥാനമാണെന്നും ജോസ് മാത്യുവിന് അറിയാം. അപ്പോൾ പിന്നെ അയാൾ സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ അപ്രതീക്ഷിതമായ അന്ത്യം താങ്ങാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ടാകുമോ എന്നൊരു സംശയം അവർക്ക് ഉണ്ടായിരുന്നു. അത് സൂചിപ്പിച്ചപ്പോൾ തന്നെ കൊച്ചുപാല പറഞ്ഞത് അക്കാര്യത്തിൽ ഒരു ശങ്കയും വേണ്ട എന്നാണ്. പാലാനച്ചൻ്റെ മനസ്സിൻ്റെ കരുത്തിന് ഒരു കുറവും ഇപ്പോഴും ഇല്ല. ചികിത്സകൾ പോലും നടത്തിക്കുന്നുണ്ട്. രോഗനിർണയവും ചികിത്സയും പാലാനച്ചൻ നടത്തും. മരുന്ന് പറിക്കുന്നതും മറ്റും മകൻ കറുമ്പനാണ്. അവിടെ കാണുമെന്ന് താൻ പ്രതീക്ഷിച്ചയാൾ എത്തിയിട്ടുണ്ടോ എന്ന് ചെന്നപ്പോൾ മുതൽ വീക്ഷിച്ചുവെങ്കിലും ജീവൻ ജോസ് നിരാശപ്പെടേണ്ടി വന്നു. അദ്ദേഹം കരുതിയ ആൾ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ ജീവൻ ജോസിൻ്റെ ശ്രദ്ധയിൽ അയാൾ പെട്ടില്ല. ഇതിൽ ഏതായിരിക്കാം സത്യമെന്ന് തീർത്ത് പറയാനും കഴിയില്ല. മൃതദേഹം ഏറ്റുവാങ്ങുന്ന ചടങ്ങുകൾ കഴിഞ്ഞു. ആംബുലൻസ് ഉൾപ്പെടുന്ന വാഹന വ്യൂഹം കരിങ്കുണ്ട് കോളനിയിലേക്ക് യാത്രയായി. അവരോടൊപ്പം തന്നെ ജീവൻ ജോസും സംഘവും പുറപ്പെട്ടു. ജീവൻ ജോസ് കരുതിയ ആൾ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അടുത്ത് തന്നെ ഒരിടത്ത് ഉണ്ടായിരുന്നു. തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വഴിയിലൂടെ അയാളും അവിടെ നിന്ന് പുറപ്പെട്ടു. അയാളും കരിങ്കുണ്ടിലേക്ക് തന്നെ ആയിരിക്കുമോ? അയാൾ ആരായിരിക്കും എന്ന് ഒരു സൂചന പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ജീവൻ ജോസിൻ്റെ മനസ്സിൽ സംശയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും അയാൾക്ക് ഇങ്ങനെ മറഞ്ഞു നിൽക്കേണ്ട കാര്യമെന്താ ഉള്ളത്? അപ്പോൾ ഇതിലെന്തെങ്കിലും കാര്യമില്ലേ? ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മറ്റൊരു വഴിയിലൂടെ പുറപ്പെട്ട അയാളുടെയും ലക്ഷ്യമെന്തായിരിക്കും? കരിങ്കുണ്ട് തന്നെ ആയിരിക്കുമോ? അതോ അന്വേഷണ സംഘം അറിയുക പോലും ചെയ്യാത്ത മറ്റേതെങ്കിലും ലക്ഷ്യത്തിലേക്കായിരിക്കുമോ ആ യാത്ര? തുടർന്നും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമല്ലോ. കൊലയാളി 103-ാം ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. മറ്റന്നാൾ ഇതേ സമയം.